ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആവനാഴിയിൽ അമ്പു തീർന്നാൽ അടിച്ചു പിരിയണമെന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പുതിയ ഭാഷ്യം. അടിയന്തര പ്രമേയം അടക്കമുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാതെ, നിയമസഭയെ ചർച്ചയ്ക്കും സംവാദത്തിനുമുള്ള വേദിയാക്കാതെ അക്രമത്തിനുള്ള വേദിയാക്കി മാറ്റിയതാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ചെയ്തത്. 3 MLA-മാരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിയമസഭയിലെ വാച്ചാൻ വാർഡിനെ, ചീഫ് മാർഷലിനെ അതിക്രൂരമായി മർദ്ദിച്ച പ്രതിപക്ഷം എന്ത് സന്ദേശമാണ് ജനാധിപത്യത്തിന് നൽകുന്നത്? അതോടൊപ്പം തന്നെയാണ് വീണ്ടും വീണ്ടും മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഗ് നേതാവ് KM ഷാജിയുടെ വാക്കുകൾ കൂടി ഒരിക്കൽ കൂടി പ്രസക്തമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ് ലീഗ് നേതാവ് KM ഷാജി. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് ആണ് ഇപ്പോൾ KM ഷാജി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. ലീഗും ജമാഅത്തെയും ഒന്നു തന്നെയാണെന്ന് ഷാജി അല്പം കൂടി കടന്നു പറയുകയും ചെയ്തു. ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. നിയമസഭയിൽ അക്രമ സമരവുമായി പ്രതിപക്ഷം. സംഘർഷത്തിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റു. തുടർച്ചയായ 4ാം ദിനവും തുടക്കം മുതൽ സഭ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷം. പ്രതിപക്ഷത്തിൻ്റെ അക്രമ സമരത്തെ ശക്തമായി വിമർശിച്ച് സ്പീക്കറും ഭരണപക്ഷ മന്ത്രിമാരും രംഗത്തെത്തി. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 4ാം ദിനമാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. പ്രതിഷേധം അക്രമത്തിലേക്ക് നീങ്ങുന്നതാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ കണ്ടത്. സ്പീക്കറുടെ ഡയസിനു നേരെ പ്രതിപക്ഷാംഗങ്ങൾ പാഞ്ഞെടുത്തു. ഇരുഭാഗത്തുമായി വാച്ചാൻ വാർഡ് സ്പീക്കർക്ക് സുരക്ഷയൊരുക്കി. ബഹുമാനപ്പെട്ട ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ സഹകരിക്കണം. അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ഭരണകക്ഷി ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം. അക്രമത്തിന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം നൽകിയതായി മന്ത്രിമാരായ MP രാജേഷും P രാജീവും വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. സർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ സർ, ഒരു സ്ത്രീയെ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മൗനാനുവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സർ കാണിക്കുന്നത്? ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. തനിക്ക് നേരെയുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനത്തെ സ്പീക്കറും വിമർശിച്ചു. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും, നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ചോദ്യോത്തരവേള സ്പീക്കർ പൂർത്തിയാക്കി. ശൂന്യവേളയിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ വീണ്ടും വാച്ചാൻ വാർഡിനെ ആക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതിപക്ഷത്തിന്റെ ആക്രമത്തിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റു. കൈക്ക് പൊട്ടലിനെ തുടർന്ന് ചീഫ് മാർഷലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്പീക്കർ സഭയെ അറിയിച്ചു. എന്നാൽ സമാധാനപരമായാണ് തങ്ങൾ പ്രതിഷേധം നടത്തിയത് എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. നിയമസഭ പുനരാരംഭിച്ചെങ്കിലും സഭയുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിഷേധത്തെ വകവയ്ക്കാതെ സഭ മറ്റു നടപടികളിലേക്ക് കടന്നതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ചയ്ക്ക് ഒപ്പം ചേരുന്നത് CPM നേതാവ് നാസർ കോളായി, കോൺഗ്രസ് വക്താവ് B റജി എന്നിവരാണ്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷീജയും. ആദ്യം ഷീജയിലേക്കാണ്. ഷീജ, ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ചെമ്പ് തെളിഞ്ഞ നിയമസഭാ ദിവസങ്ങളെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭ തുടങ്ങിയത് മുതൽ നിരവധി അടിയന്തര പ്രമേയങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നു. അതെല്ലാം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ സന്നദ്ധമായി ചർച്ചയ്ക്കെടുത്തു. പ്രതിപക്ഷത്തിൻ്റെ ചെമ്പ് തെളിയുകയും ചെയ്തു. കൊണ്ടുവന്ന വിഷയങ്ങൾ അമ്പെ പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ കണ്ടു. ഇവിടെ ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി കണ്ടത് ഈ വിഷയങ്ങളിൽ ഒരു വിഷയത്തിലും അവർ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുക, നിയമസഭയെ അക്രമത്തിലുള്ള വേദിയാക്കി മാറ്റുക. ചോദ്യങ്ങളില്ല, ചർച്ചകളില്ല, മറുപടിയില്ല, അക്രമം മാത്രം. അതുതന്നെയല്ലേ നിയമസഭയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്?
തീർച്ചയായും സിജു, അതിലൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം തിങ്കളാഴ്ച മുതൽ ഈ ശബരിമല വിഷയത്തിലൂന്നിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ക്ഷമിക്കണം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആദ്യ 2 ദിവസങ്ങളിൽ ചോദ്യോത്തരവേള പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതും സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ അതിന്റെ 3-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ അതായത് ഇന്നലെ ഈ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ ആകട്ടെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ സ്പീക്കർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്പീക്കർക്ക് സുരക്ഷയൊരുക്കാൻ വന്ന വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് അവർ ണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ചീഫ് മാർഷലിന് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ട്. ഇപ്പോൾ സർജറി വേണമെന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഏതായാലും ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം മന്ത്രിമാർ കഴിഞ്ഞ 3 ദിവസമായി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ആവർത്തിച്ചു. അവർക്ക് ചർച്ച ഈ വിഷയത്തിൽ ആവശ്യമായിരുന്നെങ്കിൽ ഇത് അടിയന്തര പ്രമേയമായി ഒന്നുകിൽ ഉന്നയിക്കാം, അല്ലെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കാം. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. മറിച്ച് ഒരു പുകമറ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുക, അതിന് ഈ ഒരു നിയമസഭ അക്രമത്തിനുള്ളൊരു വേദിയാക്കി മാറ്റുക, അതാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്ന് തന്നെയാണ് മന്ത്രിമാർ അടക്കം വിമർശിച്ചത്. ഇന്ന് വലിയ തോതിലുള്ള ഒരു പ്രകോപനം തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം പൂർണ്ണമായും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഇന്ന് ഉണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും അതിലിപ്പോൾ നടപടി കൂടി വന്നിരിക്കുകയാണ്. 3 പ്രതിപക്ഷ MLA-മാരെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നടപടി കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ബി റജി കോൺഗ്രസ് വക്താവ് കൂടി ചേരുന്നുണ്ട്. സി റജി, താങ്കൾക്കും എനിക്കുമൊക്കെ അറിയാം, സാധാരണഗതിയിൽ നിയമസഭയിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി തേടാറുണ്ട് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നില്ല എങ്കിൽ ചിലപ്പോൾ സഭ ബഹിഷ്കരിച്ച് പോകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ബഹളങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാട്, നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നു, ഭരണപക്ഷം പറയുന്നു, സ്പീക്കർ പറയുന്നു. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറല്ല. ഏറ്റവും അടിയന്തര പ്രാധാന്യമെന്ന ചില വിഷയങ്ങൾ, പ്രതിപക്ഷം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, അതിൽ പോലും അടിയന്തര പ്രമേയത്തിന് തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാത്തയാളല്ല താങ്കൾ. ഈ പ്രതിപക്ഷത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് അല്ല ഞാൻ. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പ്രസ്ഥാനമാണ് പറയേണ്ടത്. ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സഹയാത്രികൻ എന്നുള്ള നിലയിൽ ജനാധിപത്യപരമായി നിയമസഭയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇപ്പോഴത്തെ വലിയ ഭൂരിപക്ഷമുള്ള LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ എത്രയോ വർഷമായി, കഴിഞ്ഞ 30 വർഷമായി നിയമസഭാ നടപടികൾ അടുത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സഭാ തലത്തിൽ അരങ്ങേറിയിട്ടുണ്ട്, അത് ഒക്കെ ജനാധിപത്യ അവകാശമാണ്. പക്ഷേ ഇപ്പോ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായി ഒരു നിലപാട് സ്വീകരിക്കാൻ, അതായത് പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങളിൽ മേൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഭരണകക്ഷിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ വാച്ച് ആൻഡ് വാർഡ് കയറി ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. കാരണം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് നൽകുകയുണ്ടായി. അപ്പൊ അന്ന് ആ നോട്ടീസ് വായിക്കുവാൻ 10 മണിക്ക് അത് എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ എന്താണ്, ഇത് സബ് ജുഡീസ് ആണ്, ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല, പ്രീസിഡന്റ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ഇത് ഹൈക്കോടതിയുടെ നിലവിലിരിക്കുന്ന കേസാണ്, ഇത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും തന്നെ റിജക്ട് ചെയ്തു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇവിടെ സഭയിൽ പ്രീസിഡന്റ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ പറയുകയാണ്, അങ്ങനെയുള്ള പ്രീസിഡന്റ് ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പൂച്ചയ്ക്ക് ആര് മണികെട്ടും? ഇത്തരത്തിൽ ഏതാണ് കോടതിയുടെ മുമ്പാകെയുള്ള വിഷയങ്ങളിൽ മേൽ ഇനി മേലിൽ ഈ നിയമസഭയിൽ ചർച്ച അനുവദിക്കുന്നതല്ല. പൂച്ചയ്ക്ക് ഞാൻ മണികെട്ടും, ഹൂ ബെൽ ദ കാറ്റ്, അദ്ദേഹം ചോദിച്ചതാണ്. അപ്പൊ അന്ന് ആ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ അത് അനുവദിച്ചില്ല. അതേ തുടർന്ന് അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. താങ്കൾ പറഞ്ഞ ശരി തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾക്കറിയാം, സബ്ജുഡൈസ് ആയ വിഷയങ്ങളിൽ അങ്ങനെ ഒരു ചർച്ച അനുവദിക്കുന്ന കീഴടക്കം നിയമസഭയിലില്ല. അങ്ങനെ ഒരു വിഷയം മുൻപ് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് സ്പീക്കർ പറഞ്ഞത്. പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞ വിഷയമുണ്ടല്ലോ, ജനാധിപത്യപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അവിടെ പ്രതിഷേധമുണ്ടാകും.
ഇവിടെ ഏത് ജനാധിപത്യപരമായ അവകാശമാണ് പ്രതിപക്ഷത്തിൻ്റെ ഹനിക്കപ്പെട്ടത്? പ്രതിപക്ഷം എന്താണ് ചോദിക്കേണ്ടിരുന്നത്? ഇന്നലെ താങ്കൾ നിൽക്കുക, ഒരു മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുകൾ കൂടി കേട്ട ശേഷം താങ്കളിലേക്ക് മടങ്ങി വരാം, നാസർ കൊള്ളയിലേക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞൊന്ന് കേൾക്കാം. സഭാ നടപടികളാകെ ചോദ്യോത്തരവേളയടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തുനിന്ന് ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? സർ, അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ? സർ, എന്താണ് അവർ ഭയപ്പെടുന്നത്? അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ, ചില ബോർഡുകളിൽ കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം. സർ, അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. സർ, പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. കാരണം അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട്. ശ്രീ രജി, താങ്കൾ ചോദിച്ച ആ ജനാധിപത്യപരമായ അവകാശങ്ങൾ, അതിനുള്ള കൃത്യമായ മറുപടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നിങ്ങൾ ചോദിക്കൂ, ചോദിച്ചാൽ മറുപടി പറയാം. ഒരു ചോദ്യവും ഇല്ലാതെ അലങ്കോലപ്പെടുത്തുന്നതിന് എന്തെന്ന് പറയാൻ കഴിയും ശ്രീ രജി? അങ്ങ് പറയുന്നത് അവാസ്തവമാണ്. കാരണം എന്താണെന്നറിയാമോ, അവിടെ പ്രതിപക്ഷം വളരെ കൃത്യമായി രണ്ട് ആവശ്യം ഉന്നയിച്ചു. ഒന്ന്, ഇപ്പോ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. അപ്പൊ ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഇതിന് ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ട ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ആ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഭയിൽ അതിനുശേഷം നടപടി നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് LDFന്റെ പ്രതിപക്ഷത്തിന്റെ രീതി. ഇവിടെ സോളാർ വിഷയത്തിലും ബാർക്കോഴ വിഷയത്തിലും 13 തവണ കേരള നിയമസഭ സംഭിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണപക്ഷമായ അന്നത്തെ പ്രതിപക്ഷം. എല്ലാ കാലത്തും ജനാധിപത്യത്തെ അതിന്റെ പരമാവധി ഉപയുക്തമാക്കി. താങ്കൾ പറഞ്ഞ എനിക്കൊരു വിഷയമുണ്ട്. അതായത് താങ്കൾ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ നാവായി തന്നെയാണ് താങ്കൾ സംസാരിക്കുക. 2019 നടന്ന ഒരു സംഭവം, അതിൽ കൾപ്രിറ്റായ ആൾക്കാരുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ അന്വേഷണം നടക്കുന്നു. അതിനുവേണ്ടി ഇപ്പോൾ മന്ത്രി രാജിവെക്കണമെന്ന്, ഇപ്പോഴത്തെ മന്ത്രി രാജിവെക്കണമെന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ അപഹാസ്യത. താങ്കൾ പറഞ്ഞ സോളാർ കാലത്തെക്കുറിച്ച് നമുക്കറിയാം. അത് എപ്പോഴാണ് സമരം തുടങ്ങിയതെന്നും അറിയാം. സോളാർ കാലത്ത് ആ താങ്കളുടെ, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന അതേ സമയത്ത് നടന്ന ഒരു ഇടപാടാണ്. അതേ സമയത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി വന്ന് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും താങ്കളിലേക്ക് വരാം. ശ്രീ നാസർ കൊളായി, ഇവിടെ ശ്രീ രജി ഉന്നയിച്ച പ്രശ്നം എന്താണ്? VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം. ഏത് വിഷയത്തിൻ്റെ പേരിൽ? 2019 നടന്ന ഒരു ശബരിമല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയ ഒരു വിവാദത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ ഇപ്പോഴങ്ങ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കളയാൻ വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം അടിയന്തര പ്രമേയം ആയി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചർച്ച നടക്കും. ഭരണപക്ഷം കൃത്യമായ നിലപാടുകൾ പറയും. 2019 മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്ത് കിടന്ന് കള്ളത്തരങ്ങൾ പുറത്തു വരേണ്ടി വരും. അത് വരാതിരിക്കാനുള്ള പുകമറ സൃഷ്ടിക്കലല്ലേ ഈ അടിതട എന്ന് പറയുന്ന നിയമസഭയിൽ നടക്കുന്നത്? ശ്രീ നാസർ കൊളായി, നിങ്ങളെ സാങ്കേതിക തകരാറ് കൊണ്ടായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങളും ചർച്ചയെ പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ധരിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞതും പിന്നെ അതുപോലെ റെജി പറഞ്ഞതൊക്കെ എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതികമായ ചില തകരാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നമുള്ള ഒരു വിഷയം, ഇത് സ്വാഭാവികമായി കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയവും അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭ അത് ചർച്ചയ്ക്ക് തയ്യാറാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അടിയന്തര പ്രമേയ ചർച്ചയിലൊക്കെ അവർ പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ റെജി അതിനിടയിൽ എപ്പോഴോ ചോദിച്ചൊരു വാക്ക് ഞാനിങ്ങനെ വീണ് കിട്ടിയതുപോലെ എന്നെ കേട്ടു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുമ്പ് സോളാർ വിഷയത്തിലൊക്കെ പ്രതിപക്ഷം ഇതുപോലെ പലതവണ സഭയെ സ്തംഭിപ്പിച്ചിട്ടുള്ളതാണ്. സോളാർ വിഷയമടക്കമുള്ള പല വിഷയങ്ങളിലും കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയപ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത നിമിഷത്തിൽ സ്വാഭാവികമായി
ചർച്ചയുണ്ട്, പ്രതിഷേധം ഉണ്ടാവും, സ്തംഭിപ്പിക്കും. ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും. അത് സ്വാഭാവികമായ പ്രതിപക്ഷ കർമ്മമാണ്. അത് നമ്മുടെ നിയമസഭയിലെ നടപടിയാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പോ പറഞ്ഞത് നിങ്ങൾ കേൾപ്പിച്ചല്ലോ, അത് ഞാൻ പൂർണ്ണമായി കേട്ടില്ല. നേരത്തെ കേട്ട ഓർമ്മ പ്രകാരം പറയാണ്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് സഭ അലങ്കോലപ്പെടുത്തുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ പറയുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഈ സഭ തയ്യാറാണ്. സഭ തയ്യാറാകുന്നതിനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടത്. ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അവിടെ വളരെ കൃത്യമായി ആരൊക്കെ അതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നോ ആ ആളുകൾക്കൊക്കെ വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തിൽ ഇടപെടാ. പ്രതിപക്ഷ നേതാവിന് എല്ലാ നിമിഷത്തും ഏത് മന്ത്രി സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് എണീറ്റിരുന്നാലും മന്ത്രി സംസാരം നിർത്തണം. അതൊക്കെ ലെജിസ്ലേറ്റീവിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രതിപക്ഷ നേതാവിനും ഏത് സമയത്തും ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ഒരു അടിയന്തര പ്രമേയം എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്? അടിയന്തര പ്രമേയം നേരത്തെ ഇവർ കൊണ്ടുവന്നതെല്ലാം പരാജയപ്പെട്ടത് നമ്മൾ കണ്ടാണ്. ഇപ്പോ റെജി അടക്കം ഇവിടെ പറയുന്ന എന്താണ്, ചരിത്രത്തിൽ ആദ്യമായി വലിയ അമ്പലക്കൊള്ള നടന്നു, സ്വർണ്ണക്കൊള്ള നടന്നു ശബരിമലയിൽ. ഇതിനേക്കാളും വലിയ കൊള്ള നടന്നതിനാണ് നേരത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാറിന് വിജിലൻസിന്റെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? നേരിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ADGP H വെങ്കടേഷ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ 6 ആഴ്ചക്കുള്ളിൽ സത്യം ഏതാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ആരംഭം തുടങ്ങിയത് എവിടെയാണ്? ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ശബരിമലയിൽ വന്ന് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഈ വർഷത്തെ ശബരിമല സീസൺ ആയിരിക്കും. ഒരു പരാതിയുമില്ലാതെ, ഒരാൾ പോലും ഒരു പരാതിപ്പെടാതെ വളരെ സുഗമമായി നടന്നിട്ടുള്ള ഒരു മണ്ഡലകാലം, കാലം. എല്ലാ വാഹന സൗകര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. യാദൃച്ഛികമായിട്ടായിരിക്കാം ഞാൻ അവിടെ ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പമ്പയിലും ഈ പ്രദേശങ്ങളിലൊക്കെ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പരാതി പോലും ഇല്ലാതെ വളരെ കൃത്യമായി, വളരെ വൃത്തിയിൽ കുടിവെള്ളവും ഭക്ഷണവും എല്ലാം കൃത്യമായി അവിടെ നടന്നിട്ടുണ്ട്. എന്നാലും ശബരിമലയിൽ ഇനിയും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ശബരിമലയുടെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഭക്തന്മാർ വരുന്നതും, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് സംഭാവന നൽകുന്നതും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ആളുകളാണ്. അവരുടെ ബിസിനസിന്റെ ഒരു പാർട്ട്ണറായി അയ്യപ്പനെ കൂട്ടുകയും അതിന്റെ ലാഭവിഹിതമൊക്കെ കൃത്യമായി അയ്യപ്പന് നൽകുകയും ചെയ്യുന്ന ആ രൂപത്തിലുള്ള വലിയ വരുമാനം നടക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എന്തൊക്കെ പരിഹരിക്കണം എന്നതിന്റെ വിശാലാടിസ്ഥാനത്തിൽ, ആഗോളാടിസ്ഥാനത്തിൽ വിമാനയാത്രയിൽ വന്ന് വരുന്ന ഭക്തന്മാരുണ്ട് വിദേശത്ത് നിന്ന് തന്നെ. ഇവരിൽ നിന്നൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കണം അന്തർദേശീയ തലത്തിൽ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. സ്വാഭാവികമായി NSSഉം അതുപോലെ തന്നെ SNDPയും എല്ലാം വളരെ ശക്തമായി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടെ കൂടി. ഈ 2 സംഘടനകൾക്കും ഗവൺമെന്റുമായി വളരെ ഘടകവിരുദ്ധമായ നിലപാടുകളുണ്ട്. അവർ ഗവൺമെന്റിനെ ശക്തമായി വിചാരണ ചെയ്ത സമയമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ ഐക്യത്തോടെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസികൾക്ക് സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ വേണ്ടി അപ്പൊ NSS കൂടെ നിന്നു, SNDP കൂടെ നിന്നു. ഇതിന് ബദലായി ഒരു സംഗമം വെച്ചിരുന്നത് ആരായിരുന്നു? BJP ആയിരുന്നു. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരാജയമായി. മാത്രമല്ല പന്തളം രാജാവടക്കം ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ BJPക്ക് ഇത് വലിയ ക്ഷീണമായി. BJPക്ക് ക്ഷീണം വന്നാൽ ഒരു സംശയം വിചാരിക്കേണ്ടല്ലോ, ഇവിടെ UDF സഹായിക്കല്ലോ. ആ UDFന്റെ സഹായമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത സഹവാസമുള്ളത് ആർക്കാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളിലൂടെയും ചാനൽ ചർച്ചയിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഈ കാണാതായി എന്ന് പറയുന്ന സ്വർണ്ണപീഠം ഇയാളുടെ ബന്ധുവീട്ടിൽ നിന്നാണല്ലോ പിടിച്ചെടുത്തത്. ഈ സ്വർണ്ണപീഠം കാണാതായി എന്ന് പറഞ്ഞ് വലിയ വിവാദം തുടങ്ങി വെച്ചത് പോറ്റിയാണ്. അതുപോലെ തന്നെ ഈ BJPയുമായി ചേർന്ന് നിൽക്കുന്ന ചാനലുകളാണ് ഇത് നമ്മുടെ നാട്ടില് വലിയ ചർച്ചയാക്കിയിട്ടുള്ളത്. ഇപ്പോ അതിൽ രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു കാര്യം, ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് എന്താണ്? സ്വർണം ചെമ്പാക്കിയതിനുള്ള രസതന്ത്ര നൊബേൽ സമ്മാനം ആർക്ക് കൊടുക്കണം? ഈ ഗവൺമെന്റിന് കൊടുക്കണം. ആരാ പറയുന്നത്? മലയാള മനോരമ പത്രം, മലയാള മനോരമ ചാനൽ. ഏതാ ഈ മലയാള മനോരമ പത്രവും ഈ മലയാള മനോരമ ചാനൽ കുടുംബവും? പന്തല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ 40 ഏക്കർ ഭൂമി 60 വർഷക്കാലം കയ്യിലാക്കി വെച്ചിട്ട്
അതിന്റെ പണം കട്ട് നിന്ന അമ്പലം വിഴുങ്ങികൾ, യഥാർത്ഥ അമ്പലം വിഴുങ്ങികൾ നമ്മുടെ മുമ്പിൽ കോടതിയിൽ വന്ന് വിചാരണ ചെയ്യപ്പെട്ട് വിധി പറയപ്പെട്ട കേസാണല്ലത്. അങ്ങനെ അമ്പലത്തിന്റെ വിശ്വാസികളുടെ സമ്പത്ത് കട്ട് തിന്ന പിന്നെ പന്തല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ 400 ഏക്കർ ഭൂമി 60 വർഷക്കാലം അനുഭവിച്ച മലയാള മനോരമ പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വരികയാണ്. എന്നിട്ട് അവര് പറയാണ് ചെമ്പ് സ്വർണമാക്കിയതിന് രസതന്ത്ര അവാർഡ് ഇവർക്ക് കൊടുക്കണം. അപ്പൊ മനോരമയ്ക്ക് എന്താ അവാർഡ് കൊടുക്കണം? അപ്പൊ നേരത്തെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മനോരമ അടക്കമുള്ള ആളുകൾ, നേരത്തെ തട്ടിപ്പിന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ശിവകുമാർ അടക്കമുള്ള ആളുകൾ അവര് BJP-യുടെ കൂടെ ചേരുകയാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. അതായത് ശരി, നാസർ കോള വളരെ സമഗ്രമായി തന്നെ പറഞ്ഞു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഹാലിളക്കത്തിന്റെ കാരണം? ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, അതിന് സാമുദായിക SNDP-യുടെയും NSS-ന്റെ അടക്കം പിന്തുണ. ജനറൽ സെക്രട്ടറി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ പരസ്യമായി തന്നെ UDF-നെതിരെ നിലപാടെടുക്കുന്നു. വല്ലാത്ത ഹാലിളക്കം ഉണ്ടാകും സ്വാഭാവികമായി UDF നേതാക്കൾക്ക്. പിന്നീടാണ് ഇതിൻ്റെ പേരിൽ കോലിട്ടിളക്കാൻ നടത്തുന്ന മനോരമയ്ക്കടക്കം കൊടുത്ത മറുപടിയും. 400 ഏക്കർ പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭൂമി കൈയടക്കി വെച്ചിരുന്ന മനോരമയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാറിനടക്കം വിജിലൻസ് അന്വേഷണം നേരിടേണ്ടതായ കാര്യങ്ങൾ. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പറയാനുള്ള ചില മാർഗങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അടിയന്തര പ്രമേയമായി എന്തേ അവതരിപ്പിക്കാഞ്ഞത്? എന്തേ ചോദ്യോത്തര വേളയിൽ ഉൾപ്പെടുത്താതിരുന്നത്? എന്തേ സബ്മിഷനായി കൊണ്ടുവരാതിരുന്നത്? ഇതായിരുന്നോ മാർഗം? അടിതട എന്തിനായിരുന്നു? പുകമറ സൃഷ്ടിക്കാൻ തന്നെയല്ലേ? ഒരിക്കലും അതൊരു പുകമറ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല. കാരണം നിയമസഭയിൽ ഒരു തവണ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ പിന്നീട് അത് സ്വീകരിക്കില്ല, ആ സഭാ സമ്മേളനം തീരുന്നതുവരെ. അതാണ് നിയമസഭാ ചട്ടത്തിൽ തന്നെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അതിനകത്ത് ഖണ്ഡിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. അതായത് ഈ നോട്ടീസ് അനുവദിക്കുന്നതല്ല എന്ന് 19 അതായത് സെപ്റ്റംബർ 19-ാം തീയതി അദ്ദേഹം റൂളിംഗ് നൽകി നിയമസഭയിൽ. ഇനി അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇനി മാത്രമല്ല, ചർച്ച ചെയ്യുന്ന എന്തിനാണ്? ഈ ശബരിമലയുടെ പവിത്രമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഉള്ള ചർച്ചയാണ് നടക്കേണ്ടത്. അപ്പൊ ആ ചർച്ച നടത്തുമ്പോൾ ഇതിന് ദേവസ്വം വകുപ്പിന് ഉത്തരവാദിത്വമില്ലേ? ആ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ ആ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ ആ ദേവസ്വം മന്ത്രി ആ നിയമസഭയുടെ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ചർച്ച നടക്കുന്നതിന് എന്താണ് പ്രസക്തി? ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. ഇപ്പം ഈ 2016 മുതൽ കേരളത്തിലെ LDF സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഈ സ്വർണം മറിച്ച് വിറ്റതുമായി അല്ലെങ്കിൽ ഇതിന്റെ കൊള്ള നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആർക്കാണ് ഉത്തരവാദിത്തം? 1-2 ക്ലാർക്കന്മാരെ അവരുടെ തലയിൽ ചുമതലപ്പെടുത്തി അവരെ ബലിയാടാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണോ ഈ സർക്കാർ കരുതുന്നത്? പിന്നെ BJP എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസോ അത് സംബന്ധിച്ചുള്ള പ്രസ്ഥാനങ്ങൾക്കോ ഒരു ഹാലിളക്കവുമില്ല. പിന്നെ ഏതെങ്കിലും ഈ രസതന്ത്രത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അമ്പരന്നിരിക്കുകയാണ്. കാരണം ശബരിമലയിലെ കട്ടള പോലും ഇളക്കിക്കൊണ്ടുപോയി ദ്വാരപാലക ശില്പം, അതിന്റെ പീഠം, യോഗദണ്ഡ്, ജപമാല ഉൾപ്പെടെയുള്ള എന്താണ് 98-ൽ സ്വർണം പൂശിയ ആ സ്വർണത്തെ 2019 കൊണ്ടുപോകുന്നു. അത് തന്നെ 40 വർഷത്തെ ഗ്യാരണ്ടി നൽകുന്ന വസ്തുക്കൾ വീണ്ടും 2025 വീണ്ടും ഇളക്കി കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് 2019 ശേഷം അല്ല, താങ്കൾ പറഞ്ഞത് ശരി ശ്രീ റജി, താങ്കൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ 2019 നടന്നതെന്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കെന്ത്, സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം 98 മുതൽ ഹൈക്കോടതിക്ക് കൃത്യമായ നിരീക്ഷണം ഈ ശബരിമലയുടെ മേലുണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും കൃത്യമായി ഹൈക്കോടതിക്ക് അറിയണം. അവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ ഒരു പരാമർശം നടത്തിയോ? പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വിഷയം അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നോ? കൊണ്ടുവരാതെ ബാനർ ഉയർത്തി കാണിക്കലാണോ പ്രതിപക്ഷത്തിൻ്റെ പണി? ബാനറല്ല, അവിടെ വേണ്ടുന്നത് എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുക, പ്രമേയം കൊണ്ടുവരിക, അതിന് സർക്കാരിന് പറയാനുള്ളത് എന്താണ്? ആ മറുപടി കേൾക്കുക, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അവിടെ തന്നെ ആ സഭയിൽ തന്നെ ചർച്ച ചെയ്യുക. ഇതാണ് എൻ്റെ ജനാധിപത്യപരമായ മാർഗം. നിയമസഭയുടെ അവകാശങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിനെയൊക്കെ അതാണ് നേരത്തെ പറഞ്ഞ പുകമറ സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല, ഒരു മറുപടിയും കേൾക്കാൻ താല്പര്യമില്ല. ഇത്തരത്തിലുള്ള പുകമറകളും അടിത്തടകളും കൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? കാരണം നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടിയന്തര പ്രമേയങ്ങൾ പലത് അവതരിപ്പിച്ചു, അമ്പയെ പരാജയപ്പെട്ടു. കൊണ്ടുവന്നതെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കൊണ്ടുവന്നു. പക്ഷേ പടുകുഴിയിൽ വീണത് പ്രതിപക്ഷമായിരുന്നു. ഇനി അടിയന്തര പ്രമേയം കൊണ്ടുവന്നാലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഹാലിളക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ ശ്രീ നാസർ കോളായി? ചോദ്യം എന്നോടാണോ? അതെ അതെ അതെ. നിങ്ങൾ സാങ്കേതിക തകരാറ് കൊണ്ടുള്ള ഒരു വലിയ പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് പൂർണ്ണമായി എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ പറയാം,
ഇപ്പോ ഇവിടെ റെജി പറഞ്ഞിട്ടുള്ളത് ഇത് സംസാരിക്കാനുള്ള അവസരം തന്നിട്ടില്ല, അത് പറയാൻ പറ്റിയില്ല, ദേവസ്വം മന്ത്രി സഭയിലുണ്ട്, ദേവസ്വം മന്ത്രി മറുപടി പറയണ്ടേ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് പാതി ശബ്ദത്തോടുകൂടി ഞാൻ കേട്ടിട്ടുള്ളത്. കൃത്യമാണ്, ദേവസ്വം മന്ത്രിക്ക് പറയാനുള്ളത് കൃത്യമായി പറയാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പറയാം. ദേവസ്വം മന്ത്രിയോട് നിരന്തരമായി പ്രതിപക്ഷത്തിന് ചോദ്യം ചോദിക്കാം. അതിനാണ് റെജി ഈ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ നിങ്ങളുടെ അനുഭവം നേരത്തെ ഉണ്ട്. എന്തായിരുന്നു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ട് ഉണ്ടായിട്ടുള്ള സംഭവം? ആരാ ഇപ്പൊ ഈ സംഗതിക്കൊക്കെ തർക്കിക്കാൻ വരുന്ന? വലിയ രേഖകൾ കാണിച്ചു വരുന്നതാരാണ്? കുഴൽനാടൻ. ഇപ്പൊ കേരളത്തിലെ സകല പത്രങ്ങളിലും ചാനലുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി കട്ടു പിടിച്ചു, കൊണ്ടുപോയി, സ്വർണം കൊണ്ടുപോയി, ആര്? പിണറായിയും കൂട്ടരും കട്ടു കൊണ്ടുപോയി എന്ന് നിരന്തരമായി പറയുന്നില്ലേ? ഈ ചാനലുകളിൽ ഇരുന്ന് UDF-ന്റെയും BJP-ന്റെയും നേതാക്കൾ പറയുന്നുണ്ട്. സകല പത്രങ്ങളും മനോരമയും ഏഷ്യാനെറ്റും അടക്കം മാതൃഭൂമി അടക്കമുള്ള സകല ചാനലുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലായിരുന്നു കുഴൽനാടൻ വലിയ രേഖ? എന്തായിരുന്നു ചാനൽ ചർച്ചയിൽ? ഇതിനേക്കാളും വലിയ കടലാസുകൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടും. ഇതാ രേഖ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കുഴൽനാടനെ പിന്താങ്ങിയിട്ട് ഷാജി എന്താ പറഞ്ഞിരുന്നത്? ഒരു വക്കീലാഫീസ് കൂടെയുള്ള ആളാണ് കുഴൽനാടൻ. സകല രേഖകളും ചാനലിൽ വെച്ചിട്ട് എത്ര ദിവസം മുഖ്യമന്ത്രിയുടെ മകളെ കള്ളനാക്കി ഈ നാട്ടിലെ ചാനലുകളും നിങ്ങൾ UDF-കാരും. ഇപ്പൊ എന്തായി? വിജിലൻസ് അന്വേഷണം നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ഹൈക്കോടതി പോയി. ഹൈക്കോടതി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പടി അടച്ച് പിണ്ടം വെച്ചിട്ട് പറഞ്ഞു ഇനി വാ തുറന്നാൽ 10 ലക്ഷം ഫൈൻ അടക്കേണ്ടി വരും. നിങ്ങളുടെ ഗതികേടിന്റെ അവസാനം ഇത് തന്നെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു വാദ്യം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ പ്രശ്നം? ശബരിമലയെ വർഗീയവൽക്കരിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ അയ്യപ്പ സംഗമത്തിന്റെ തൊട്ടു മുമ്പ്, അയ്യപ്പ സംഗമത്തിന് ശേഷം BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗമം ഉണ്ടായിരുന്നല്ലോ. എന്താ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞത്? ഉത്തരേന്ത്യയിൽ വന്ന ഒരു BJP നേതാവ്, അയാളുടെ പേര് ഞാൻ പറഞ്ഞു, അയാൾ പറയാണ് വാവര് തീവ്രവാദിയാണ്. വാവര് തീവ്രവാദിയാണ്. ആ തീവ്രവാദി അയ്യപ്പന്റെ അടുത്ത് നിർത്താൻ പാടില്ല. എത്ര കാലമായി റെജി കേരളത്തില് വാവര് ശരണം അയ്യപ്പ ശരണം, വാവര് ശരണം അയ്യപ്പ ശരണം എന്ന് പറയുന്നു. ശബരിമലയിൽ വരുന്ന സകല വിശ്വാസികളും വാവര പള്ളിയിൽ വന്നിട്ട് പേട്ടതുള്ളി പോവാണ്. ഈ ഏറ്റവും വലിയ ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് അയ്യപ്പനും വാവരും. ആ വാവര് തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്ന് വർത്തമാനകാലത്ത് BJP-യുടെ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ടൽ നടത്തിയപ്പോൾ എവിടെ ഉണ്ടായിരുന്നു ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ? എവിടെ ഉണ്ടായിരുന്നു UDF-ന്റെ നേതാക്കന്മാർ? ആരെങ്കിലും പറയാനുണ്ടായിരുന്നോ? CPM എല്ലാവരും ആരെങ്കിലും എതിർക്കാനുണ്ടായിരുന്നു? അപ്പോ BJP-യെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം ശബരിമലയെ വർഗീയവൽക്കരിക്കുക. ആ വർഗീയവൽക്കരിക്കണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവരാണ്. അപ്പൊ മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്നാൽ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോകും എന്ന് പ്രചരിപ്പിക്കാനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. ആ BJP-യുടെ ശ്രമത്തിന്റെ കൂടെയല്ലേ കോൺഗ്രസ് നിന്നിട്ടുള്ളത്? എന്നിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും ഇപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി നിയമസഭയിൽ മുഖ്യമന്ത്രി തയ്യാറാകുമ്പോ, അതുപോലെ തന്നെ ഭരണപക്ഷം തയ്യാറാകുമ്പോ അതിന് തയ്യാറാവാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ ചീഫ് വാച്ചന്മാരിനെ ആക്രമിക്കുക, അവരെ പരിക്ക് പറ്റിക്കുക. ഇതാണോ ചെയ്യേണ്ടത്? ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? ആ ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാവാത്തത്? നിങ്ങൾ BJP-യുടെ കൂടെ നിന്നിട്ട് ഇതിനെ വലിയ ബഹളമാക്കി ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ഉണ്ടായിരുന്ന വലിയ ആരോപണം. കള്ളൻ പറഞ്ഞു. എന്തായിരുന്നു നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ്? സ്വർണ്ണക്കടത്ത് കേസ് എത്ര കാലം ഈ നാട് വിചാരണ ചെയ്തു? ഇതുപോലെയായിരുന്നു. ഇതിനേക്കാളും ഭീകരമായി ഇടതുപക്ഷത്തിന്റെ സകല മന്ത്രിമാരും KT ജലീൽ കള്ളനാണ്, മുഖ്യമന്ത്രി കള്ളനാണ്, വിശുദ്ധ ഖുർആനിൽ സ്വർണം കടത്തി. അതും ഒരു മതത്തിന്റെ പേരിലാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ സ്വർണം കടത്തി വലിയ ആരോപണം ഉണ്ടായില്ലേ? സ്വർണം കടത്തി കമ്മ്യൂണിസ്റ്റുകാരൻ സ്വർണം കടത്തി കള്ളന്മാരാണ്, സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന ആരോപണം എപ്പോ വരികയാണോ? അല്ല, ഇത് നേരത്തെ വന്ന കേരളത്തിലെ ജനങ്ങളെ ഇതിന് തിരിച്ചടി കൊടുത്തു ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടിങ്ങിലൂടെ. അതുകൊണ്ടാണ് ഇപ്പൊ രജി പറഞ്ഞല്ലോ, കേരളത്തിന്റെ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ട് UDF-ന്. വളരെ കൃത്യമാണ്. എന്തേ സംശയം? UDF-ന് ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് 91 അന്നും ഇതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം ഇതേ ഗവൺമെന്റിന്റെ നേരെ വന്നതല്ലേ? മന്ത്രിമാരുടെ നേരെ, മുഖ്യമന്ത്രിയുടെ നേരെ, മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ഒക്കെ സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം ഉന്നയിച്ചവരല്ലേ? എന്തായി? അപ്പോ മതവും ഇത്തരം കാര്യങ്ങളും കൂടി കൂട്ടിക്കുഴയ്ക്കാം. ആ കൂട്ടിക്കുഴച്ചിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമിക്കാം. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളാണ്, മതമില്ലാത്തവരാണ്, അവരെ ശബരിമലയുടെ ഭരണം ഏൽപ്പിച്ചാൽ എന്താവും എന്നൊക്കെ നേരത്തെയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ശബരിമല സീസൺ ഏറ്റവും മനോഹരമായി ഇവിടെ നടത്താൻ കഴിഞ്ഞു.
അതിന്റെ ഭാഗമായി ഇനി എന്തൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയുന്നതിന് അന്തർദേശീയ തലത്തിൽ, കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ ആളുകളെ വിളിച്ച് വരുത്തി കൊണ്ടുവന്ന് വലിയ അയ്യപ്പ സംഗമം നടത്തി അതിന് വലിയ ബഹുജന പിന്തുണ കിട്ടി. അതെങ്ങനെ ഇല്ലാതാക്കും? അതിന് തൽക്കാലം കഴിയും. മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊരു പുകമല സൃഷ്ടിച്ച് എന്തിനാ ഇങ്ങനെ ബേജാറാവുന്നത്? ശരി, ശ്രീ നാസർ കോളായി, പക്ഷേ ശ്രീ റജി, നാസർ കോളായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് താങ്കളോട്. കാരണം എന്തിനാണ് ഈ ബേജാറെന്നുള്ളതാണ്. നേരത്തെ തന്നെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ ഹാലിളക്കം. കഴിഞ്ഞ ഒരു ശബരിമല ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആ കാലത്ത് ഒരു BJP നേതാവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയിലുണ്ട്, സുവർണാവസരം എന്ന് പറഞ്ഞാൽ. ആ സുവർണാവസരം കോൺഗ്രസും മുതലാക്കിയെടുത്തു. വീണ്ടും ഇവിടെ അയ്യപ്പ സംഗമത്തിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ യഥാർത്ഥ വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് സമുദായ സംഘടനകൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കുകയും വേറൊരു സുവർണാവസരം കണ്ടെത്തുകയുമായിരുന്നു. സ്വർണ്ണപ്പാളിയെങ്കിൽ സ്വർണ്ണപ്പാളി, ദ്വാരപാലകനെങ്കിൽ ദ്വാരപാലകൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു നിലപാട് അത് മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്കറിയാമെന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ പറയുന്നുണ്ട്. ശ്രീ റജി, നോക്കൂ, അത് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ സംഭവത്തിന് ഒരു ഉത്തരവാദി വേണ്ടേ? പിന്നെ ബഹുമാന്യനായ നാസർ കോളായി അദ്ദേഹം കുഴൽനാടനെ അതിനിശ്ചിതമായി വിമർശിക്കും. കാരണം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ കേസും അതുപോലെ ആരോപണങ്ങളും നിരത്തി കൃത്യമായിട്ട് അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നിയമസഭയിലെ ഒരു ബഹുമാനപ്പെട്ട അംഗമാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിനോട് നീരസം തോന്നും, അദ്ദേഹത്തിനോട് വിദ്വേഷം തോന്നും. നാസർ കോളായി പറഞ്ഞ താങ്കൾ കേട്ടില്ല, ഞാൻ വിശദീകരിച്ചു തരാം. അതായത് കള്ള ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങളും കള്ളത്തരങ്ങളും ചമച്ച് കോടതിയിലേക്ക് പോകുന്നതാണോ ശരിയായ രീതി? അതാണോ കുഴൽനാടൻ? ആ നിയമ പരിജ്ഞാനമാണോ ഈ കുഴൽനാടൻ പഠിച്ചത്? ഒരു തെളിവുമില്ലാതെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചെന്നപ്പോൾ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞില്ലേ? സുപ്രീം കോടതി, ഇവിടെ വിജിലൻസ് കോടതി പോയി, അതിനുശേഷം ഹൈക്കോടതി പോയി, സുപ്രീം കോടതിയിൽ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. ഒരു തെളിവെങ്കിലും കൊണ്ട് കഴിഞ്ഞോ? ഒരു തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞോ? അന്ന് മാധ്യമപ്രവർത്തകരെ കുഴൽനാടൻ വന്ന് പറഞ്ഞപ്പോഴേ ശ്രീജി കുഴൽനാടൻ ഇതിന് ശേഷം ഈ തിരിച്ചടിക്ക് ശേഷം വന്ന് ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു തെളിവുണ്ടോ എന്ന്. നാളുകളായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജ്യത്തെ പല നീതിപീഠങ്ങളും. വിജിലൻസ് കോടതി ചോദിച്ചു, ഹൈക്കോടതി ചോദിച്ചു, സുപ്രീം കോടതി വരെ ചോദിച്ചു. എന്നിട്ടും നിന്ന് ഇളിക്കുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ് കുഴൽനാടൻ ന്യായീകരിക്കുന്നു, താങ്കൾ ഉൾപ്പെടെയുള്ളവർ. നോക്കൂ, അദ്ദേഹം കുഴൽനാടനോട് നീരസം തോന്നുന്നു. പക്ഷേ അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്. എന്ത് സേവനത്തിനാണ് വീണ വിജയൻ 1,72,72,00,000 രൂപ വാങ്ങിയതെന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടി നൽകിയിട്ടില്ല. പിന്നെ BJP അല്ല, മതമില്ലാത്ത പാർട്ടിയാണ്. അങ്ങ് മതമില്ലാത്തവരാണ് എന്ന് പറയുമ്പോ പിന്നെ ഈ അയ്യപ്പ സംഗമത്തിന് എന്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വർഗീയവാദിയായ മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് വളരെ ആഘോഷത്തോടെ വളരെ എന്താണ് ഈ ആ അയ്യപ്പ സംഗമത്തിൽ വെച്ച് വായിച്ചത്? അത് ഒഴിവാക്കാമായിരുന്നില്ലേ? അതുപോലെ പിന്നെ മതമില്ലാത്തവർ എന്തിനാണ് ഇതിന് രണ്ട് വിഷയമുണ്ട്. അല്ല, നേരത്തെ ശ്രീ റജി നാസർ കോളായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വാവരെ വർഗീയവാദി ആക്കിയപ്പോൾ എവിടെയായിരുന്നു UDF-കാർ, എവിടെയായിരുന്നു കോൺഗ്രസ്സുകാർ? ഈ വികാരം അന്ന് തിളച്ചു കണ്ടില്ലല്ലോ. UDF-ന് ഒരൊറ്റ നയം മാത്രമേ ഉള്ളൂ, അത് മതേതരത്വ നയമാണ്. എല്ലാ വിശ്വാസത്തെയും അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ശബരിമലയിലെ വിഷയം കൊണ്ടുവന്നത് UDF അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. പിന്നെ ഹൈക്കോടതി എന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു? ഇവിടുത്തെ സ്വർണം വിറ്റിരിക്കാമെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ളതാണ്. ആ വിറ്റിരിക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന ആ ദേവസ്വം വഹിക്കുന്ന മന്ത്രിക്കില്ലേ? ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം ബോർഡിനില്ലേ? അങ്ങനെ എന്തിനാണ് ഈ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞത്? 2019 VN വാസവൻ മന്ത്രിയാണോ? 2019 പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ? അതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, അല്ല ഇക്കാര്യത്തിൽ ഞാൻ പറയട്ടെ ശ്രീജി, ഇക്കാര്യത്തിൽ നിയമസഭയിലടക്കം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞ കാര്യമുണ്ട്. ഈ വിഷയത്തിൽ CPM പറയുന്ന പാർട്ടി അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുത്തിട്ടില്ല. ആരെയും സംരക്ഷിക്കുക, ആരുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ പോകുന്നില്ല. നിലപാട് വളരെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ പറയാനുള്ള കാര്യം ഒന്ന് മാത്രമാണ്. ഇത്തരത്തിൽ പുകമറ എന്തിനാണ്? നിങ്ങൾക്കുള്ള വേദികൾ ഇവിടെ നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താണ്? നിയമസഭ എന്തിനാണ് അക്രമത്തിനുള്ള വേദിയാക്കിയത്? നിയമസഭ എന്തിനുള്ള വേദിയാണ്? ചർച്ചകൾക്കുള്ള വേദിയാണ്. നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സർക്കാർ ചരിത്രപരമായ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഏക കിടപ്പാടമുള്ള വ്യക്തികളുടെ ആ കുടുംബത്തിൻ്റെ സ്വത്ത് ജപ്തി ചെയ്യാതിരിക്കാനുള്ള നിയമം ബില്ല് പാസ്സാക്കി. കേരളത്തിൻ്റെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വളരെ ആശ്വാസമാകുന്ന ഒരു ബില്ലായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല ബില്ല് പാസ്സാക്കി. ഇതെന്തെങ്കിലും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? UDF-ന് കഴിഞ്ഞോ? അതിന് പകരം വെറുതെ ബാനറും കൊണ്ടുവന്ന് ബഹളവും ഉണ്ടാക്കി ചീഫ് മാർഷലിന്റെ കയ്യും തല്ലിയടിച്ച് പോകുന്നതിന് ജനാധിപത്യ അവകാശം എന്ന് പറയാൻ കഴിയില്ല ശ്രീ റജി.
നോക്കൂ, ഈ ചീഫ് മാർഷലിന്റെ കൈ ഒടിച്ചെന്നോ അല്ലെ ചീഫ് മാർഷലിനെ അല്ലെങ്കിൽ കുറെ വനിതാ വാച്ചാൻവാർഡിനെയും അണിനിരത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ സമരത്തെ നേരിടാനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഇന്ന് നിയമസഭയിൽ നടത്തിയത്. അത് രാഷ്ട്രീയമാണ്, അത് ആ വഴിക്ക് പോകട്ടെ. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച, അതായത് ജനാധിപത്യപരമായ ഒരു അവകാശം, പ്രതിഷേധം നിയമസഭാ അങ്കണത്തിൽ നിയമസഭാ വേദിയിൽ ഉന്നയിക്കുവാൻ ഭരണപക്ഷം തടസ്സം നിന്നു. അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതിന്റെ ഉത്തരവാദിത്വം ശബരിമലയിലെ സ്വർണം കാണാതായ ഇത് എങ്ങനെ ഉന്നയിച്ചു എന്നുള്ളതാണ് പ്രശ്നമുണ്ട്. UDF പറയുന്നു, നിങ്ങൾ പറയുന്നു, അതായത് ചെമ്പ് തെളിയണം, ഇതിന്റെ കാര്യത്തിൽ ആരാണ് സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയത്, നിയമസഭയിൽ ചർച്ച നടക്കണം. നിങ്ങൾ ആ വിഷയം എങ്ങനെയാണ് ഉന്നയിച്ചത്? സ്വാഭാവികമായ നടപടിക്രമങ്ങളില്ലേ? അതിലേതെങ്കിലും മാർഗം ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഉപയോഗിക്കാതെ ശ്രീ നാസർ കോളായി, ആ ചോദ്യമല്ലേ പ്രസക്തം? അതാണ് ഇവർക്ക് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്ത കഥ ഇപ്പൊ വാർത്തക്കിടയിൽ ഇവിടെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ നിയമസഭയുടെ തൊട്ടു മുമ്പുള്ള സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോക്കി, അത് പരാജയപ്പെട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. 2 MLA-മാര് നിയമസഭ സമ്മേളനം കഴിയുന്നവരെ നിയമസഭന്റെ പുറത്തുണ്ടാവും പറഞ്ഞു. 2 ദിവസം അവരെ പുറത്തു കണ്ടു, പിന്നെ ഇപ്പൊ അവരെ കാണുന്നില്ല. ആ സമരം എന്തായി? അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? കഴിയില്ലെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് നിയമസഭക്കകത്ത് പറയാനുള്ളത് പറയാൻ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ വെല്ലുവിളിക്കുമ്പോൾ ഇവര് മറ്റെന്തൊക്കെയോ പാളം തെറ്റിക്കുകയാണ്. ഇതിൽ ആര് ഉത്തരവാദിയാണെങ്കിലും കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗവൺമെന്റ് കൂടി ആവശ്യപ്പെട്ട പ്രകാരം, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട പ്രകാരമാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തിനാ ഇവരിങ്ങനെ ബേജാറാവുന്നത്? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നു. മടിയിൽ കനമുള്ളവനെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ. എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്? നേരത്തെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങേപ്പുറത്തിരിക്കുകയാണ്, ഇല്ലേ? ശിവകുമാർ അടക്കമുള്ള ആളുകൾ. അപ്പോ നിങ്ങൾ കാത്തിരിക്ക്. 6 ആഴ്ച സമയം പറഞ്ഞിട്ടുണ്ട്, കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട H. വെങ്കടേഷ് എന്ന് പറയുന്ന ADGP ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് അന്വേഷിക്കട്ടെ. കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര കക്ഷി BJP-യോടൊപ്പം ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കരുത്. കാരണം ശബരിമല എന്ന് പറയുന്നത് പവിത്രമായ ഒരു സ്ഥലമാണ്. അവിടെ എന്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വിഷയമൊക്കെ ഉണ്ടായത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയം. ആ വിജയം കണ്ടപ്പോ ഇവരിറങ്ങി പുറപ്പെട്ടതാണ്. അതിന് ഈ പോറ്റി നമ്മുടെ അയാൾക്ക് ആർക്കൊക്കെയായിരുന്നു ബന്ധം എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞതാണല്ലോ. അതൊക്കെ വരട്ടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അന്വേഷണം വരട്ടെ. എന്തായിരുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകക്കെതിരെ കൊണ്ടുവന്നിരുന്ന ആരോപണങ്ങൾ? അതിനിടയ്ക്ക് റജി അങ്ങ് പറഞ്ഞുപോയി. ആ ആരോപണങ്ങള് ഈ സേവനം എന്താണ്? രജി ചോദിച്ചല്ലോ, ഈ സേവനം എന്താണ് എന്ന് ഇപ്പോഴും പറയാൻ കഴിയും? ആ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് പോയാൽ മതി, സുപ്രീം കോടതിയിലേക്ക്. 10 ലക്ഷം ഫീ അടച്ചിട്ട് ഇങ്ങോട്ട് പോരാ. നമുക്ക് ഈ സമയം ചോദിക്കാൻ പറ്റാതെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ശ്രീ നാസർ കോള, നമുക്ക് ഏതായാലും ഈ വിഷയം ഇവിടെ സമയപരിമിതി മൂലം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഈവനിംഗ് ഡിബേറ്റിൽ അടുത്ത വിഷയം ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസ്താവനയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നല്ല കാര്യം, ലീഗിൻ്റെ വഴിയിലാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നും KM ഷാജി പറഞ്ഞു. അവരേതാ നമ്മളേതാ എന്ന് മനസ്സിലാകാത്ത അവസ്ഥയെന്നും KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും വെള്ളപൂശുകയാണ് ലീഗ് നേതാവ് KM ഷാജി. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നല്ല കാര്യമാണ്, ലീഗിന്റെ വഴിയിലാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി. ലീഗ് ഏതാ ജമാഅത്തെ ഇസ്ലാമി ഏതാ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോഴെന്നും KM ഷാജി പറഞ്ഞു വെക്കുന്നു. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ഏകദേശമൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് നമ്മളെ വഴിയിലേക്ക് വന്നു. ഇപ്പോൾ ഓരേതാ നമ്മളേതാന്ന് അറിയാത്ത ചെറിയൊരു കൺഫ്യൂഷന് നാട്ടിലുണ്ടായിട്ടുണ്ട്. ജമാഅത്ത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് രാഷ്ട്രീയം സ്വീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് ലീഗ് ഒരു 10-70 കൊല്ലം പറഞ്ഞ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവർ പറയാണ് ജമാഅത്തുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജമാഅത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോടുന്ന. എടോ, അവർ നന്നായിട്ട് ഞങ്ങളെ വഴിയിലേ വരുന്നത്, ഞങ്ങൾ ഉത്തരവാദിയാ. ഇത് ഞങ്ങൾ പറഞ്ഞ മാർഗമല്ലേ? ഞങ്ങൾ മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം പറയണോ? എന്തുമാത്രം ഒരു കുഴപ്പം പിടിച്ച വർത്താനാണ് നിങ്ങൾ പറയുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വർഗീയ സംഘടനയെ പുകഴ്ത്തി KM ഷാജി രംഗത്തെത്തിയത്. ഷാജിയുടെ വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.
PV കുട്ടൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുട്ടൻ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഷാജി പറഞ്ഞത് ചില നല്ല കോൺഗ്രസ്സുകാരെങ്കിലും ഞെട്ടലോടെ കേട്ടിരുന്നു പോയതാണ്. ഈ മൗദൂദിയൻ ആശയങ്ങൾ താഴെത്തട്ട് വരെ പ്രചരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ സെമിനാർ, അതിനുശേഷമാണ് KM ഷാജിയുടെ ഈ പറച്ചിൽ. പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലല്ലോ, അവരും ഞങ്ങളും, അതായത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ഒന്ന് തന്നെയാണ് എന്ന അർത്ഥത്തിൽ, മതരാഷ്ട്രവാദം അല്ലല്ലോ അവർ പറയുന്നതെന്ന ന്യായീകരണവുമായി ഷാജി എത്തുകയും ചെയ്യും. ഏത് ഗതിയിലായിരുന്നു ഷാജിയുടെ ഈ പ്രസ്താവന? സിജു, പണ്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദത്തെ പൂർണ്ണമായി എതിർക്കുന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ UDF ഒരു ഘടകകക്ഷി എന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ UDF കൂട്ടുന്നുണ്ടായിരുന്നു. നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് പരസ്യ പിന്തുണയുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരികയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുകയാണെന്ന പ്രസ്താവന ഘട്ടത്തിലാണ് VD സതീശൻ നടത്തിയത്. പിന്നീട് നമുക്കറിയാം, മലപ്പുറത്ത് ഉൾപ്പെടെ ഈ മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ നിരവധിയായ സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് KM ഷാജി രംഗത്ത് വന്നിരിക്കുന്നത്. ദുബായ് KMCC സംഘടിപ്പിച്ച, കോഴിക്കോട് സംഘടിപ്പിച്ച CH അനുസ്മരണ ചടങ്ങിലാണ് KM ഷാജി ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയത്. ഇത് മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് മറ്റൊരു പ്രസംഗം കൂടി നമ്മൾ കൊടുത്തിരുന്നു. ഭരണം പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ സുന്നി വിഭാഗക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മറ്റൊരു പ്രസ്താവനയും ഷാജിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഈ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ KM ഷാജിക്കെതിരെ ഇത്രയും വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ. ശരി കുട്ടൻ, ഇപ്പോൾ ഈ വിഷയത്തിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് നാസർ കോളായും B റജിയും തന്നെ ഈ ചർച്ചയിൽ, ഈ ഡിബേറ്റിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ നാസർ കോളായി, ഒരുപക്ഷെ ഈ വടക്കൻ കേരളത്തിലായിരിക്കണം ഈ ഓരും ഞങ്ങളും എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു ഭാഷ. അത് തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളും എന്നാണ് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലേക്ക് പറയുകയും ചെയ്ത. ഈ ഓരും ഞങ്ങളും വ്യത്യാസപ്പെടാത്ത തരത്തിലേക്ക് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അത്ര കിഴചേർന്നിരിക്കുന്നു കോൺഗ്രസും UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനമാകെ. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് VD സതീശൻ വന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ആഴ്ച മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വലിയൊരു സെമിനാർ, ചർച്ചാ സദസ്സ് ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചത്. അതിനുശേഷമാണ് KM ഷാജി വന്നതെന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം പറയുന്നില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി, ഇവർ പറയുന്ന ഓരും ഞങ്ങളും, ആ ഓരും ഞങ്ങളും എന്ന് പറയുന്നത് UDF എന്ന് പറയുന്ന സംവിധാനമാകെ മതരാഷ്ട്രവാദികളായി മാറിയിരിക്കുന്നത്. അത് തന്നെയല്ലേ ഷാജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയേണ്ടത്? അല്ലെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSSന്റെ അതേ തത്വശാസ്ത്രം ഉപയോഗിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. മീൻസ് മതരാഷ്ട്രവാദികളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു നിയമങ്ങളും അനുസരിക്കുന്ന പ്രശ്നമില്ല. ജനാധിപത്യമല്ല, ദൈവാധിപത്യമാണ്. ദൈവാധിപത്യമുള്ള വ്യവസ്ഥ മാത്രം, അല്ലാതെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും എല്ലാം തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാനിപ്പോ പോകുന്നതിന്റെ വിശദീകരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSS ഏതെല്ലാം രൂപത്തിലുണ്ട്, എന്തൊക്കെ പേരിലുണ്ട്, ബജ്രംഗ് ദൾ, ഹനുമാൻ സേന, ശ്രീരാമസേന, മറ്റേ സേന, ഇങ്ങനെ പറഞ്ഞ് ഓരോ ആവശ്യത്തിനും ഓരോ സേനകളുണ്ട്. ഇതേപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി, ഒരു സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് TK അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഈ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുക്കുകയാണ്, അതൊരു വെൽഫെയർ പാർട്ടി ആയിരിക്കും. പേര് അങ്ങനെയാണ് പറഞ്ഞത്, പേര് എന്നുള്ള രൂപത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. പിന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിലൊരു ഇസ്ലാമിക് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചേർന്നില്ല എന്നുള്ള നിലക്ക് ഫ്രഞ്ചേണിറ്റി എന്നൊരു പേരിട്ടു. അപ്പൊ ഏത് പേരിലും ഇതിലൊക്കെ വരും. സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, സിമി, മുമ്പ് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ രാഷ്ട്രീയ സംഘടന അല്ലാത്ത മതസംഘടനയാണ് സോളിഡാരിറ്റി. ആ സോളിഡാരിറ്റി ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് യോഗം ചേർന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ മൗദൂദിയൻ ആശയങ്ങളുമായി മുന്നോട്ട് പോകും, മൗദൂദിയുടെ ആശയങ്ങൾക്ക് ഒരു തകരാറുമില്ല, ആ ആശയവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സോളിഡാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന അവനെ തന്നെ നിങ്ങൾ തൊട്ടങ്ങേപ്പുറത്ത് വെൽഫെയർ പാർട്ടിയുടെ യോഗത്തിൽ പോയാക്കാണ്, തൊട്ടങ്ങേപ്പുറത്ത് ജമാഅത്തിന്റെ പരിപാടി പോയാക്കാണ്, ഫ്രണ്ട് എണിറ്റിന്റെ പരിപാടി പോയാക്കാണ്. അപ്പൊ ഒരേ ആളുകൾ വ്യത്യസ്ത വേഷം ധരിച്ചിട്ട് പറയാണ് പല അഭിപ്രായങ്ങൾ. അപ്പൊ എന്താണോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്? ഞങ്ങൾ മൗദൂദിയൻ ആശയത്തിൽ നിന്ന് വിട്ടിട്ടില്ല. എന്താണ് മൗദൂദിയൻ ആശയം എന്ന് പറയുന്നത്? ഒരു മതേതര ജനാധിപത്യ വ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിക്കൂല. ഒരു മതവ്യവസ്ഥ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒന്ന് ഞങ്ങൾ അംഗീകരിക്കൂല.
ഇവിടെ ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ആവുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു മതേതര രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ, അതായത് മതത്തിന്റെ ആധിപത്യം മാത്രം പറയുന്ന, ദൈവാധിപത്യം മാത്രം പറയുന്ന ഒരു ഓഫീസിലെ പ്യൂണാവുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞവരാണ് മൗദൂദി. ഈ ഷാജിയൊക്കെ വളരെ കൃത്യമായി നേരത്തെ വലിയ ആക്രമണം നടത്തിയിരുന്നല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ വെച്ചിട്ട്. എന്താ കാരണം? മുജാഹിദ് ജമാഅത്തിനെതിരാണ്. ഷാജി ഇതിന്റെ കൂടെ നടത്തിയ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താ പറഞ്ഞിട്ടുള്ളത്? വളരെ കൃത്യമായി ജമാഅത്ത് സാധാരണഗതിയിൽ മുസ്ലിം സുന്നി വിഭാഗങ്ങൾ സൂഫി വിശ്വാസമായി പോകുന്നവരാണ്. അവര് ദർഗകളിൽ പോകും, മരിച്ച പുണ്യാളന്മാരുടെ വലിയ ആളുകളുടെ ഒക്കെ ദർഗയിൽ പോകും, അവിടെ പച്ച പുതപ്പിക്കും. അതൊക്കെ അവരുടെ ഒരു ആചാരമാണ്. എന്തിന്? ബഹുമാനായ പാണക്കാട് കുടുംബം, പാണക്കാട് അവര് പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ്, ഷഹദാക്കൾ എന്നാണ് അവർ പറയാ. അവരുടെ മരിച്ച കബറിടത്തിൽ പോയിട്ട് പോലും ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പച്ച പുതപ്പിക്കും. അതിനെക്കുറിച്ച് KM ഷാജിക്ക് എന്താ പറയാനുണ്ട്? ലീഗിന്റെ നേതാക്കന്മാരുടെ കബറിടത്തിൽ പോലും പച്ച പുതപ്പിക്കുന്നുണ്ട്. ഇതാരുടെ ആശയ? ഷാജിയുടെ വായിൽ നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം വരാണ്. അതാണ് ഓലും ഞങ്ങളും തമ്മിൽ ഇപ്പൊ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ സുന്നികൾ അംഗീകരിക്കും. എങ്ങനെയാണ് ഓലും ഞങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതെ വരിക? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാശ്മീരിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് പഹൽഗാം ഭീകരാക്രമണം. ആ ഭീകരാക്രമണം നടത്തിയത് ആരാണ്? കാശ്മീരിലെ തീവ്രവാദികളാണ്. കാശ്മീരിലെ തീവ്രവാദികൾ എന്ന് പറയുന്ന ആരാണ്? കാശ്മീരി ജമാഅത്തെ ഇസ്ലാമി. ആ കാശ്മീരി ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വിടൂല. എന്താ കാരണം? അതിന്റെ മറുപടി ഷാജി ഒന്ന് പറയൂ. അതിന്റെ മറുപടി കോൺഗ്രസ് പറയൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യയിലുള്ള വിവിധ പാർട്ടികളുടെ പേരാത്. അതുപോലാണല്ലോ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വരുമ്പോ അതിലെങ്ങനെ കാശ്മീർ പെടില്ല എന്ന് പറഞ്ഞു? ഇന്ത്യയിൽ വിടോ? ഇതിന്റെ ഉത്തരം ഷാജിക്കുണ്ടോ? ഈ ഇന്ത്യയിലാണോ ജമാഅത്തെ ഇസ്ലാമി? ആ ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി അള്ളാഹ് ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭീകരവാദി സംഘടനയാണ്. മറ്റൊരു സംഘടനയെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ്മീരിലെ ജമാഅത്തെ തീവ്രവാദികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? വേറൊരാൾ ആരോപണം ഉന്നയിക്കല്ല. ജമാഅത്തെ ഇസ്ലാമി പറയാണ്, ഇന്ത്യക്കകത്തുള്ള ജമാഅത്തെ ഇസ്ലാമി. അത് ഏത് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഇവർ തീരുമാനിക്കണം. അവരാണ് 23 പേരെ കൊന്നത്. അതിൽ മലയാളിയ ചന്ദ്രശേഖരുണ്ട്. ആ ചന്ദ്രശേഖരന്റെ കുടുംബത്തിൽ പോയിട്ട് ഇവർ പറയോ ഈ ഭീകരവാദികൾ വെടിവെച്ചു വന്ന്? എന്നിട്ട് ഓലും ഞങ്ങളും തമ്മിൽ ഇപ്പൊ വ്യത്യാസമല്ല. ഷാജിന്റെ ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ കേട്ടല്ലേ? 9 വർഷം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു കൊടുക്കണം. മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് ശ്രീ നാസർകോൾ, അത് തന്നെയാണ് ഒരുപക്ഷെ ശ്രീ റജി പറയേണ്ടി വരുന്ന മറുപടിയും അത് തന്നെയാണ്. താങ്കളും ആ പ്രസംഗം കേട്ടതാണ് ശ്രീ റജി. 9.5 വർഷം നഷ്ടപ്പെട്ടു പോയത് മുസ്ലിം സമുദായത്തിന് തിരിച്ചു കൊടുക്കണം പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഭരിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുക എന്ത് അപഹാസ്യമായ നിലപാട്! ഇവിടെ നേരത്തെ പറഞ്ഞ ഓരും ഞങ്ങളും എന്ന് പറയുന്നത്, ആ ഓരും ഞങ്ങളും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും ഒന്ന് തന്നെയാണെന്ന് ഷാജി പറഞ്ഞു പഠിപ്പിക്കുകയാണ് കേരള സമൂഹത്തെ. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ശ്രീ റജി? നോക്കൂ, ഒരു തരത്തിലുള്ള മതരാഷ്ട്രവാദത്തെയും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം അംഗീകരിക്കില്ല. അത് അങ്ങേയറ്റത്തെ മതേതരത്വ മൂല്യങ്ങളിലാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ പോലും കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല. ഇവിടെ ലീഗ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ മുക്തഖണ്ഡമായ പ്രശംസയ്ക്ക് അർഹമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്, ഇന്ത്യയിലെ മുസ്ലിം ലീഗ്. അവര് ബാബറി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായപ്പോൾ പോലും ഒരു തരത്തിലുള്ള ലഹളയും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ മുൻപന്തിയിൽ നിന്ന് കൊണ്ട് പാണക്കാട് തങ്ങളുടെ കുടുംബാംഗം മുൻനിരയിൽ നിന്നുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചതാണ് മുസ്ലിം ലീഗ്. അല്ല, എനിക്കൊന്ന് പറയേണ്ടി വരുന്നു ശ്രീരജി, ആ തങ്ങളുടെ പിന്മുറക്കാരനായ തങ്ങളാണ് പറഞ്ഞത് ഈ രാജ്യത്ത് ഈ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമായിരുന്നു രാമക്ഷേത്രം വരണമെന്ന് പറഞ്ഞേക്കാൻ കണ്ട. നമ്മൾ ആ ചർച്ചയിലേക്ക് പോകേണ്ടതല്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ മതനിരപേക്ഷ പാർട്ടി, കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ താങ്കൾ ഒരു ചോദ്യമാണ്, താങ്കൾ ചോദിച്ചാലും വി ഡി സതീശൻ പറഞ്ഞു തന്നെയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ നേതാക്കന്മാര് ആണ് പറയേണ്ടത്. പല ഘട്ടങ്ങളിൽ അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള പത്രപ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ KM ഷാജി പറഞ്ഞു വന്നത് അവരെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള അവരുടെ പദങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റ് അറിയാമല്ലോ. അപ്പൊ അതിൽ നിന്ന് അവരെ അകന്ന് ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വരണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം വർഗീയവാദം ഉപേക്ഷിച്ചുകൊണ്ട് ഷാജി പറയാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആരെങ്കിലും വന്ന് പറഞ്ഞോ ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ? അത് അവരുടെ പാർട്ടി നേതൃത്വവുമായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നുന്നു ഇന്നും അടൂർ പ്രകാശ് അടക്കം ആ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആ കോഴിക്കോട് മാധ്യമപ്രവർത്തകരാണ് പറഞ്ഞിട്ടില്ല. അതായത് ഈ വെൽഫെയർ പാർട്ടിയോട് ഒപ്പം അവരോടുള്ള നിലപാട് എന്താണ്?
ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ നേരത്തെ നിലപാട് വി ഡി സതീശൻ അടക്കം വ്യക്തമാക്കിയതാണ്. വെള്ളം പൂശിക്കഴിഞ്ഞു, ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു. ഇവിടെ നേരത്തെ നാസർ കോളായി പറഞ്ഞ പോലെ ഈ പല പേരുകളിലുള്ള സേനകളുണ്ടല്ലോ, ആ സംഘപരിവാറിൻ്റെ, അതിൽ മറ്റേ ഹനുമാൻ സേനയായാലും രാമസേനയായാലും അതിൻ്റെയൊക്കെ ഒരു ജമാഅത്തെ ഇസ്ലാമി പതിപ്പാണ് സിമിയും വെൽഫെയർ പാർട്ടി അടക്കമുള്ള അങ്ങനെയുള്ള സംഘടനകളെ കൂടെ കൂട്ടുന്നതിലൂടെ ഷാജി അടക്കമുള്ള താങ്കൾ പറഞ്ഞ വലിയ കൊട്ടിഘോഷിച്ച് പറഞ്ഞല്ലോ ലീഗ് എന്ന് പറയുന്ന പാർട്ടി എടുത്ത മതനിരപേക്ഷ നിലപാടുകളെക്കുറിച്ച്. ഏത് കാലഘട്ടത്തിലാണ് നിലപാടെടുത്തത്? ഇപ്പോൾ ഈ ഷാജി നിന്ന് എന്ത് ധൈര്യത്തിലാണ് പറയുന്നത് ഓരും ഞങ്ങളും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരുന്നത്? ആ ഓരും ഞങ്ങളും എന്ന് കേരള സമൂഹം മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്രമതം തന്നെയാണ് ഞങ്ങളും കൊണ്ടുപോകുന്നത്. ഇനി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അതേ മാർഗമുള്ളൂ എന്നും കൂടി വായിച്ചെടുക്കുന്നുണ്ട് ശ്രീരജി. നോക്കൂ, അങ്ങനെ ഒരു ദോഷേന്ദ്രിക്കോട് കൂടി അതിനെ കാണണമെങ്കിൽ അങ്ങനെ കാണാം. പക്ഷെ ഇവിടെ ബഹുമാനായ നാസർ കോളായി അദ്ദേഹം ഒരു മതനിരപേക്ഷ നിലപാടിന്റെ വക്താവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി തീവ്രമായ വർഗീയ നിലപാടിൽ നിന്ന് ജനാധിപത്യ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ സമയപരിമിതി വരെ ഞാൻ ഇടപെടുകയാണ് ശ്രീരജി. ശ്രീ നാസർ കോളായി, വളരെ ചുരുങ്ങിയ സമയത്തിൽ 30 സെക്കൻഡിനുള്ളിൽ ഈ റജി പറഞ്ഞതുപോലെ മതനിരപേക്ഷത ആണ് ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസും ലീഗും, അതുകൊണ്ട് ഇതിനെയും അംഗീകരിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ചുരുക്കി താങ്കൾക്ക് അതിനെ ഒന്ന് ഉത്തരം പറയാ. 10 വർഷം അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരുമ്പോ ആരെ കൂട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അധികാരം പിടിക്കണം. അതിപ്പം BJP-യെ കൂട്ടിയിട്ടാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയിട്ടാണെങ്കിലും ആരെ കൂട്ടിയിട്ടാണെങ്കിലും അധികാരം പിടിക്കണം. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അങ്ങേപ്പുറത്തേക്കൊന്നുമില്ല. സമയം കിട്ടുകയാണ് ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, വളരെ നന്ദി. അതെ, സമയപരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീരജി. അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആരെ കൂട്ടിയാണെങ്കിലും ഇനി വരിക 9.5 വർഷം നഷ്ടമായതിൻ്റെ വല്ലാത്ത വിഷമം ലീഗിനുണ്ട്. ആ 9 വർഷം ഇനി തിരിച്ചു പിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അല്ല, വേണമെങ്കിൽ RSSനെയും കൂട്ടും. അതുതന്നെയാണ് ലീഗിൻ്റെ നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ നാസർ കോളായി, ശ്രീ റജി. ഈവനിംഗ് ഡിബേറ്റ് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്.